ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ ചാനലിലേക്ക്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് മൈ ലൈഫ് സക്സസ് എന്നാണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. എനിക്കിപ്പോഴാണ് അതിന് വേണ്ടിയിട്ട് സമയം കിട്ടിയത്. അപ്പം എൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പതിയെ ഞാനത് പറയുന്നതായിരിക്കും നിങ്ങളോട്. പിന്നെ ഞാൻ ഓൺ വോയിസ് ആണ് വരുന്നത്. ഞാൻ ഒരിക്കലും വിത്തൗട്ട് ഫേസാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ ഡയറക്റ്റ്ലി വരാൻ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. ഞാനത് പതിയെ മാറ്റിക്കോളാം. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ഉടനെ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്ത് അയ്യപ്പൻകോവിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നാലും ഒരു ഇതിന് ഹിഡൻ ഗേൾ എന്ന് വെക്കാം. ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഈ പേര് കേട്ടോ, ഹിഡൻ ഗേൾ എന്ന് വെക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഉള്ള നുണകളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളെ വെറുപ്പിക്കലാണ്, അല്ല അങ്ങനെ ഒരു ചാനലാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ ഒരു ചാനലല്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ഒരു മോട്ടിവേഷൻ ആണെന്ന്. ഒരിക്കലും അതുമല്ല. മോട്ടിവേഷൻ അല്ല എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. ചെറിയ രീതിയിലുള്ള മോട്ടിവേഷൻ എന്ന് പറയത്തില്ല. എന്നാൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് സക്സസ്സുകൾ നടന്നിട്ടുണ്ട്. സക്സസ്സുകൾ മാത്രമല്ല, അപ്പ് ആൻഡ് ഡൗൺസും നടന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് തുറന്ന് പറയണമെന്നുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, കുറേ ആളുകളുണ്ടായിരിക്കുമല്ലോ. അവർക്കൊക്കെ എൻ്റെ ഒരു ഇത് കേൾക്കുമ്പം മുന്നോട്ട് വരാനായിട്ട് പറ്റും, എനിക്ക് ഉറപ്പാണ്. ഞാൻ വിങ്ങിപ്പൊട്ടുന്ന വേറൊന്നല്ല, ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം കൂടുതലും ഞാനിങ്ങനെയൊരു ചാനൽ തുടങ്ങണമെന്ന് വെച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വേറൊന്നുമല്ല, എപ്പം നോക്കിയാലും വാർത്തയിൽ നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബകലഹം മൂലം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ക്രൂരതകൾ, ഭർത്താവ് സ്ത്രീധനം ചോദിച്ചു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മർദ്ദനം കാരണം, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ മർദ്ദനം കാരണം, അല്ലെങ്കിൽ സാമ്പത്തിക ഇഷ്യൂസ്, കടം കാരണം അച്ഛനും അമ്മയും മക്കളും കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് വാർത്ത കേൾക്കുന്നത്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ, കുറേ പേര് ഇങ്ങനെ വിവാഹം കഴിക്കാതെ തന്നെ കുഞ്ഞുണ്ടായി. ഇപ്പം നമ്മൾ ഈയിടെ തന്നെ എറണാകുളത്ത് കേട്ടല്ലോ, ഒരു വാർത്ത കേട്ടല്ലോ, കുഞ്ഞിനെ ഗർഭം ധരിച്ചു, അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നോക്കി, അതൊന്നും സാധ്യമാകാതെ വന്നപ്പോൾ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. 9ാമത്തെ മാസം പൂർത്തിയായപ്പോഴത്തേക്ക് ആ കുട്ടി ഓൾറെഡി ആ കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാൻ പറ്റാത്തതിനാൽ ആ കുഞ്ഞിനെ അമ്മ നിലത്തെറിഞ്ഞു കൊന്നു. വായി തുണി പൊത്തി പിടിച്ചിട്ട് അതിനെ കൊന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നതല്ലേ. അതുപോലെ തന്നെ കടം കാരണം, കടബാധ്യതകളാണ് കുട്ടികളെയും കൊന്ന് ആത്മഹത്യ ചെയ്ത്, കഴുത്തറുത്ത് കൊന്ന്, വിഷം കൊടുത്ത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞിട്ട് അമ്മ കൂടെ ചാടി, എന്നിട്ട് അമ്മ രക്ഷപ്പെടുക, മക്കൾ മരിക്കുക. എന്തിനാണ് ഇങ്ങനെ? എന്തിനാ? ഒന്നും അല്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല. കാരണം നമുക്ക് എന്ത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ, എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആവണമെന്നുണ്ടോയെന്ന്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓരോരോ ടോപ്പിക്കുകളായിട്ട്, ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എനിക്കൊന്നും പറയാനുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ധാരണ വേണമല്ലോ, ഞാൻ എൻ്റെ ചാനലിൽ എന്തൊക്കെ വീഡിയോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ വേണമല്ലോ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം, എൻ്റെ വിവാഹം നേരത്തെ കഴിഞ്ഞ ഒരാളാണ്. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു പൊസിഷൻ വരെ, ഇവിടെ വരെ ഞാൻ എത്തിയത്. അപ്പം ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, ഞാൻ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പിന്നെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ആളാണ് ഞാൻ. പക്ഷെ നന്നായിട്ട്
എന്താ പറയുക, തർക്കുത്തരം പറയും, തറുതല പറയും, അങ്ങനെയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. എല്ലാവരോടും ഒന്നുമില്ല. ഞാൻ ആരടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ്. പക്ഷേ എന്നെ മറ്റുള്ളവർ പറയും ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ. ഞാൻ ഒരിക്കലും ഒരു അഹങ്കാരിയൊന്നുമല്ല. പക്ഷേ അഹങ്കാരി എന്ന് പറയുന്നവർ അടുത്തറിയുമ്പോഴത്തേക്കും അയ്യോ അവൾ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന എന്ന് പറയും ആൾക്കാർ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടാവും. നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം, എങ്ങനെ അതിനെ തരണം ചെയ്യാം, എങ്ങനെ അതിനെയൊക്കെ മറികടക്കാം എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ. അതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടികളായി, പക്ഷേ ആലോചിച്ച് വലിയ കല്യാണം കഴിച്ചവരായിരിക്കും. അറേഞ്ച്ഡ് ആയിട്ട് വിവാഹമൊക്കെ നടത്തിയവരായിരിക്കും, അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും, പല വിധത്തിൽ ഒളിച്ചോടി പോകുന്നവരൊക്കെ ആയിരിക്കും, എല്ലാ വിധത്തിലും. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവും എന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. തുടങ്ങി ഒളിച്ചോടി പോയവർക്കൊക്കെ ഇനിയുള്ള ജീവിതം എങ്ങനെയാവും, നല്ല സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവ് കുടിക്കില്ല വലിക്കില്ല എന്നൊക്കെ ഉള്ള ഒരാളുടെ കൂടെ പോയതെങ്കിൽ നമുക്ക് തോന്നും ആദ്യമൊക്കെ നല്ലതാണ്, അല്ലെ ആ ഒരു ഇതിൽ നല്ലതായിരിക്കും, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. ആ ഒരു ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആ 1 മാസം അല്ലെ 2 മാസം 3 മാസം അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്നിടം വരെ എല്ലാം നല്ലതായിരിക്കും, നല്ല രീതിയിൽ പോകും. പക്ഷെ പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതം ആകെ താളെന്നുള്ളൂ, നല്ല പോലെ പറയാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, എല്ലാവരും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടുതലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് എൻ്റെ ചേച്ചിമാരെ ചേട്ടന്മാരെ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കതിനെയൊക്കെ മറികടക്കാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമാണോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാണോ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതിനെയൊക്കെ ആർജിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ലോകത്ത് ഒരു കഴിവില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. ആ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യാനോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള സർവീസ് ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് കുക്കിംഗ് ചെയ്യാനോ, അല്ലെങ്കിൽ വാഹനം ഓടിക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ കഴിവിനെ ആദ്യമായിട്ട് സ്വയം കണ്ടെത്തുക, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളിച്ച് നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക. നമുക്ക് ഇപ്പം ഭർത്താവ് കൂടിയാണ്, വഴക്കാണ്, ഭർത്താവിന് വേറെ അവിഹിതമുണ്ട്, നമ്മൾ സ്നേഹിച്ച് വന്ന ഒരാളാണ്, നമുക്ക് വീട്ടുകാർ സപ്പോർട്ടില്ല, നമ്മുടെ വീട്ടുകാർ സപ്പോർട്ടില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ സപ്പോർട്ടില്ല, ആരുമില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, എല്ലാവരും ഇപ്പോൾ നാട്ടുകാരെന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പം ഫോണായി. ഒന്നാമത്തെ കാര്യം ഫോൺ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, എല്ലാവരും അടച്ചുറപ്പുള്ള വീട്, ഇപ്പോൾ എല്ലാവർക്കൊക്കെ വീടൊക്കെ ഉണ്ട്, ലോൺ എടുത്തിട്ടാണെങ്കിൽ എല്ലാവരും വീട് വെക്കും. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ജോലിയുള്ളവരുണ്ട്, എന്തെങ്കിലുമൊക്കെ ജോലിയുള്ളവരായിരിക്കും സ്വന്തമായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ആരും ആരോടും ഒന്നും തുറന്ന് പറയാനുള്ള സിറ്റുവേഷൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള ഇതിലുള്ള ഹായ് ഹൂയ് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ആരോടും ഒന്നും തുറന്ന് പറയത്തില്ല. തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ആർക്കും ഇല്ല. കാരണം വെച്ചാൽ എല്ലാവരും ബിസിയാണ്, എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ ബിസിയാണ്, ഒന്നല്ലെങ്കിൽ അടുത്തത്. ഇപ്പം EMI ഒക്കെ എടുത്ത് വെച്ചവരെ നമുക്കറിയാം, ചിലപ്പം നല്ല ഹാപ്പി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളായിരിക്കും, പക്ഷേ അവർക്കൊക്കെ ഓരോ EMIയോ അല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ സിറ്റുവേഷനിൽ അവർ ബിസി ആയിരിക്കും, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓർക്കും ആരോട് പറഞ്ഞിട്ട് ഒരു സഹായമില്ല, നമ്മൾ നമ്മുടെ അവസ്ഥ ആരോടാ പറഞ്ഞത്, നമ്മൾ അനുഭവിക്കുവാണല്ലോ, നമ്മൾ എന്തേരെ എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പം ഈ ഭർത്താവൊക്കെ വേറെ റിലേഷനുള്ളവർ വീട്ടിൽ വന്ന കുടി ബഹളം നമ്മളെ കാണത്തില്ല, അല്ലെങ്കിൽ കുടിക്കാത്തവരാണെങ്കിൽ പോലും വേറെ റിലേഷനിലുള്ളവരൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് വന്നു എന്നെ കഴിക്കാൻ കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു, കുളിക്കുന്നു, കൊടുക്കുന്നു, അവർ കിടക്കുന്നു, പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, നമ്മളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ അവർ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരായിരിക്കും, ജോലിക്കായിട്ട് എഴുന്നേറ്റ് പോകുന്നവരായിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ അടച്ചുകൂടി ഇരിക്കുന്ന സ്ത്രീകളായിരിക്കും. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം ഒരു പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ച് പറയാമെന്ന് ഓർത്താട്ടോ. അപ്പം ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്യരുത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കണം ദയവായിട്ട്. ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ചുരുക്കി പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്ന കാര്യം, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ സ്വന്തം കുട്ടികളെ കൊന്നിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്നാൽ പിന്നെ ഞാനങ്ങ് ചത്തേക്കാം, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും ഭർത്താവ് ആദ്യം മാപ്പ് പറയും, രണ്ടാമത് മാപ്പ് പറയും, മൂന്നാമത് മാപ്പ് പറയും, പിന്നെയും ഇത് തന്നെയാണല്ലോ ഭർത്താവ് കാണിക്കുന്നത് എന്ന് കരുതി നമ്മൾ കുറേയൊക്കെ സഹിച്ച് പിടിച്ച് നമ്മൾ വീട്ടിലെ പണി ചെയ്ത് അലക്കി പാത്രം കഴുകി പെരക്കാൻ തൂത്തും മിറ്റം അടിച്ച്
എന്താ പറയുക, കുഞ്ഞുങ്ങളെ ഒരുക്കി സ്കൂളിൽ വിട്ട് അവർക്കുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭർത്താവിനുള്ള ലഞ്ചും കിട്ടി ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഭർത്താവിൻ്റെ കാര്യം നീറ്റായിട്ട് നോക്കി അയൺ ചെയ്ത് വരെ ഡ്രസ്സ് ഇട്ട് കൊണ്ടോ കൊടുത്തിട്ട് പോലും ഭർത്താവ് നമ്മൾ ഇത്ര ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമുക്കൊരു മെൻ്റലി പോലും ഒരു സപ്പോർട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ എടി അല്ലെ നീ ഇത് ചെയ്തോ, അല്ലെ നീ ഒന്ന് കഴിച്ചോ, അല്ലെ നീ കഴിച്ചോടി, അല്ലെങ്കിൽ നിനക്ക് വയ്യേ എന്ന് പോലും, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെ പ്രഷറും അല്ലെങ്കിൽ ആൾക്കാർ ആരുമില്ല, എൻ്റെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, എനിക്ക് ജോലിയില്ല സ്വന്തമായിട്ട് എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത്, അപ്പം ഇങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ ചിലപ്പം ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ അന്ന് ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വല്ല വിഷമം കൊടുത്തല്ലേ കുട്ടികളെ എടുത്ത് നിലത്തെറിഞ്ഞ്, അല്ല എന്താ പറയുക, ഈ കിണറ്റിലെറിഞ്ഞ് അല്ലെങ്കിൽ വല്ല പുഴയിലും ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുതേ. ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ഇത് പ്രശ്നമല്ലെന്നല്ല, ഇതൊക്കെ പ്രശ്നമാണ്, ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതിലും അധികം ഒരു പ്രശ്നമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ മനസ്സാണ്, ഓരോരോ മനക്കെട്ടിയാണ്. എന്താ പറയുക, അവനവർക്ക് അറിയാം അവനവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ ഇതൊന്നും എന്താ പറയുക, പിള്ളേരെയും കൊന്ന് നമ്മളും ആത്മഹത്യ ചെയ്ത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ധൈര്യം, ഇപ്പോൾ ചിലരൊക്കെ വാർത്ത നമ്മൾ എന്ന് സ്ഥിരം കേൾക്കുന്നതാണ്, കുടുംബകലഹം കാരണം ഭാര്യ മക്കളെയും കൊന്ന് ഭാര്യ ആത്മഹത്യ ചെയ്തു. എൻ്റെ പൊന്നു ചേച്ചിമാരെ, എനിക്കൊന്നേ പറയുള്ളൂ, എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്, എന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ അതൊക്കെ ഓരോ ടോപ്പിക്കായിട്ട് പിന്നെ പറയാം, ഇപ്പം അതിനെക്കുറിച്ച് കിടക്കുന്നില്ല. ഞാനിപ്പോൾ ഇത്രയാണ് പറയുന്നത്. എന്താ, ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ജീവിച്ചാൽ എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ സ്വന്തം മക്കളെ ജനിപ്പിച്ച് 10 മാസം വയറ്റി ചുമന്ന് നൊന്ത് പ്രസവിച്ച്, ഇനി പ്രസവിച്ചില്ലെങ്കിൽ പോലും സിസേറിയനാണെന്ന് വെക്കുക, സിസേറിയൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ച് അല്ലെങ്കിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ രക്തമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ലാളിച്ച് ഒരു കല്ല് പോലും വായിലിട്ട് ചവയ്ക്കാതെ അവരെ അത്രത്തോളം നോക്കി വളർത്തി ഒരുവിധം ഒരു 5 വയസ്സിൽ 3, 3.5, 2, 4, 1 മാസങ്ങളോളം എത്രയാണെങ്കിലും നമ്മൾ അവരെ മുലപ്പാൽ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അവരുടെ കഴുത്തിൽ കത്തി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. അതുപോലെ നിങ്ങൾ എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭർത്താവ് അങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദ്രോഹമാണ്. നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവത്തെ ഓർത്ത് ആത്മഹത്യനെ കുറിച്ച് ആരും ചിന്തിക്കരുത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അനാഥ മന്ദിരത്തിലൊക്കെ നിന്ന് വളർന്ന ഒരാളാണ്. അപ്പം ഓരോരുത്തരുടെ അനുഭവം കേട്ടും കണ്ടു അറിഞ്ഞ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം ഇതെനിക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവർക്ക് ഇങ്ങനെ പറ്റിയെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാണല്ലോ, എന്തിനാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരാൾക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, എന്നെക്കൊണ്ട് ഒരാളെങ്കിലും അത് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉറപ്പാണ് അതാണ് എൻ്റെ സക്സസ്. എനിക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എൻ്റെ വാക്കുകൾ കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ വീഡിയോയിൽ. ഇത് എനിക്ക് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരിക്കലും ഈ ചാനൽ ഞാൻ തുടങ്ങിയത് എനിക്ക് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പണം കിട്ടാനോ ഒന്നുമല്ല. എനിക്ക് കുറേ നാളുകളായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയണം എന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അല്ലാതെ എനിക്ക് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫേസോട് കൂടി വരുന്നില്ല എന്ന് വെച്ചത്. അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ വിഷമിക്കുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തളരരുത് ചേച്ചിമാരെ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാളും ഇല്ലായ്മയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക,
ഓരോരോ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ നമ്മളൊന്ന് ഓർത്താൽ മതി. അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും. അത് തന്നെ നമുക്ക് അത് ഒരൊറ്റ കാര്യം നമ്മൾ ഓർത്താൽ മതി, നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് കൊല്ലാൻ അവരുടെ കഴുത്തേൽ കത്തി വെക്കാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ, ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ മേലെ സ്വന്തമായിട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കൊരു കഴകത്തും ഇല്ല. ചില ചേച്ചിമാർ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊരു കഴകത്തും ഇല്ല, എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, എൻ്റെ മക്കൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് 10ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ, അല്ലെങ്കിൽ 10ഉം ഇല്ലാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ടും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി മിങ്കിൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നാൽ എനിക്ക് ഇറങ്ങുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല, എനിക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല, ആൾക്കാരോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ആണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പവറായിട്ട് നിൽക്കുക, നിങ്ങൾ സ്റ്റേണായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റും, നിങ്ങളെക്കൊണ്ട് കഴിയും. കാരണം ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ട്രിക്സുകളുണ്ട്, കുറേ എന്താ പറയുക അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കും പറ്റും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ യുവാക്കളോടും യുവതികളോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും എന്തെങ്കിലുമൊക്കെ സ്കില്ല് നിങ്ങൾക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്ന് മനസ്സിൽ കുറേ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ താല്പര്യമുണ്ട്, കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, സാമ്പത്തികം കൂടെ വേണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴല്ലേ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സാമ്പത്തികമാണോ പ്രശ്നം, നമ്മൾ വാടകയ്ക്കാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടുണ്ട്, അത്ര വലിയ വീടൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല, ഒരു 5 സെൻറ്റ് സ്ഥലവും പെരയും മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു വീട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഇപ്പം മനസ്സിലുള്ളവർ, ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇത് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ജോലി ചെയ്യുന്നത് പുറത്തായിരിക്കും, എനിക്ക് നാട്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യണം, അല്ലെ എന്ത് ചെയ്യണം, ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി തരാം. ഉദാഹരണം തരാം. ഇപ്പം നമ്മുടെ അയൽവക്കത്ത് ഒരാൾ പെട്ടെന്നൊരു ബിസിനസ് ചെയ്തു, അയാൾ കരകയറി. അപ്പോൾ അയാൾ ഒന്നുമില്ലാത്ത കിടന്നാണ്, പെട്ടെന്ന് അയാൾ ഒന്ന് കരകയറി. പക്ഷേ അയാളോട് നമ്മൾ ചോദിക്കുക, എങ്ങനെയാടാ, അല്ലെ എങ്ങനെയാടി നീ ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയല്ല, അവിടെ നിന്ന് കിട്ടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ അതിലേക്ക് ഇറങ്ങി തിരിച്ച മാർഗ്ഗങ്ങളോ, അതിലേക്ക് എങ്ങനെയാണ് ചെന്ന് പെട്ടതെന്നോ, അല്ലെ അവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ കയറി, എന്തെല്ലാം ചെയ്തു, എവിടെയാണ് അപ്ലൈ ചെയ്തത്, അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ അതൊന്നും അവർ പറഞ്ഞു തരണമെന്നില്ല, അവർ ഓരോ നുണകളായിരിക്കും പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് അവസരം, ലോണാണോ? അതെ, ലോണൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും കയ്യിൽ നിന്ന് 10 പൈസ ഇറക്കാതെ ഒരു കാര്യവും നടക്കില്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 5 രൂപ, ഒരു 5000 രൂപ, ഒരു 10 രൂപ, ഒരു 10000 രൂപ എങ്ങനെയാണെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് ആണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ പോലും ഒരു പെണ്ണിനാണെങ്കിലും ആണാണെങ്കിലും സംഘത്തിൽ നിന്നോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു 2-3 ഗ്രാം, ഒരു 4 ഗ്രാമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് 4 ഗ്രാമിൻ്റെ ഒരു ചെയിന്, ഒത്തിരി ഒന്നുമല്ല, 4 ഗ്രാമിൻ്റെ മാലെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പൈസ നമുക്ക് കിട്ടും. നമുക്ക് പണയം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്വർണ്ണത്തിന് വിലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണെങ്കിലും കിട്ടും. എങ്ങനെയാണെങ്കിലും നമുക്ക് അതൊക്കെ സാധാരണയല്ല, നമുക്ക് 10 പൈസ ഉണ്ടാക്കാൻ പറ്റും, 10 രൂപ, 10000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ആ 10000 രൂപ വെച്ച് ഉള്ളത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഉള്ളത് വെച്ചാൽ 10 രൂപ കൊണ്ട് ബിസിനസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സബ്സിഡികൾ കിട്ടുന്നത്, ഇപ്പം സബ്സിഡി ഉള്ള ലോണൊക്കെ ഉണ്ട്. അപ്പം പഞ്ചായത്തുകളിൽ നിന്നും വ്യവസായ വകുപ്പിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ലോണുകളുണ്ട്. ഇതൊന്നും ആരും പറഞ്ഞു തരികയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചെറുപ്പക്കാർ പിള്ളേരുണ്ടല്ലോ, ഈ ഗ്രാമസഭയ്ക്കൊന്നും പോകുന്ന ഇടപാടില്ല, എനിക്കും അതില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഇടപാടുകളൊന്നും ഈ ഗ്രാമസഭ മീൻസ് ഈ പഞ്ചായത്തുകളിൽ വെക്കുന്ന ഗ്രാമസഭ, അറിയാലോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, എല്ലാവരും അവനവൻ്റെ വാർഡുകളിൽ നടത്തുന്ന ഒരു കൂട്ടായ്മ. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, മീറ്റിങ്ങുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറ്. അപ്പം നിങ്ങൾ ഈ നമ്മൾ ചെറുപ്പക്കാരിങ്ങനെ ഇതിലേക്കൊന്നും കടന്നു പോകാത്തത് കൊണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കത്തില്ല. അതുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും
അറിയാനിടയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സാധ്യതകൾ, ഒരുപാട് മേഖലകളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കരുത്. നമുക്ക് പോയെടുത്തുനിന്ന് ചവിട്ടി എറിഞ്ഞ് അല്ലെങ്കിൽ തട്ടിക്കളഞ്ഞെടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയെടുത്തുനിന്ന് അതെല്ലാം വിട്ടിട്ട് നമുക്ക് ഒന്നേന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കല്ലേ. എനിക്കാണെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ കേൾക്കുന്നത് തന്നെ സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യാതെയും മറ്റുള്ളവരെ കൊല്ലാതെയും എന്നിട്ട് എന്താ പറയുക ജീവിതം അവസാനിപ്പിക്കാതിരിക്കുക. അപ്പം സ്വന്തമായിട്ട് ഒരു ജോലിയില്ലാതെ ഡിഗ്രി പഠിച്ചു അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല, 10ഉം ഇല്ല 8ഉം ഇല്ല 7ഉം ഇല്ല ഒന്നുമില്ല എന്നാൽ കഴിവുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നാൽ അപ്പോൾ സാമ്പത്തികം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. സബ്സിഡികളുള്ള ലോണുകളൊക്കെ ഉണ്ട്. ആ സബ്സിഡി അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ചുമ്മാണ്, സബ്സിഡി ഒന്നും കിട്ടത്തില്ല, അതൊക്കെ വെറുതെയാണത്, പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതൊന്നും നടക്കുന്ന കാര്യമില്ല, പോസിബിൾ അല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. സബ്സിഡിയുള്ള ലോണുകളും വ്യവസായ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ PMEGP പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം അങ്ങനെ എന്തോ ആണ്, ജനറേഷൻ എന്നുള്ളത് പറയുന്നത് ഇപ്പം പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അങ്ങനെയാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു സ്കീമുണ്ട് നമ്മുടെ പഞ്ചായത്തുകളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതിന് സബ്സിഡി ഉണ്ട്. അത് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കിട്ടാതിരിക്കുക, അത് ഒന്നുമല്ല, സത്യമാണ്. അതിന് സബ്സിഡി ഉണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് പോയി ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപ അതിന് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് മുടക്കേണ്ടി വരും, മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് കിട്ടുമോ, ഇതൊക്കെ ചെയ്താലും നമുക്ക് ഒരു ഇത് ചെയ്താലും നമുക്ക് തിരിച്ച് കിട്ടുമോ, ഏതിനൊക്കെയാണ് സബ്സിഡി ഉള്ളത്, ഏതൊക്കെ മേഖലകളിലാണ്, എത്ര ശതമാനം സബ്സിഡിയാണുള്ളത്, ആണിനും പെണ്ണിനും എത്ര ശതമാനം വെച്ചാണ് സബ്സിഡി ഉള്ളത്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എത്ര ശതമാനം വെച്ചാണ് സബ്സിഡി ഉള്ളത്, ഈ വക കാര്യങ്ങൾ മുഴുവൻ എല്ലാ കാര്യങ്ങളും കുറേ ടോപ്പിക്കുകളുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാൻ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ പറയുക, മറ്റുള്ളവർ ഓരോ കാര്യങ്ങളും കണ്ടത് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവിനായിട്ട് ഉള്ള വീഡിയോസ് ആണെങ്കിൽ പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവരെയും നിങ്ങൾ മറ്റുള്ള ചാനലുകളിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യമേ തന്നെ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ ആദ്യമേ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റും. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമൻസിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് എന്നെക്കാളും എന്താ പറഞ്ഞാൽ എന്നെ പറ്റുന്നിടത്തോളം ഞാൻ അറിവുള്ള വ്യക്തികളോട് ചോദിച്ച് അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. ആരോട് വേണമെങ്കിലും ഞാൻ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിനെക്കുറിച്ചൊരു വീഡിയോസ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്നെ വിശ്വസിക്കണം. ഓരോരോ കാര്യങ്ങൾ ഞാൻ പതിയെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ സക്സസ്സുകളുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.